ജർമ്മനി ഈ അടുത്തിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഓപ്പർച്യൂണിറ്റി കാർഡ് എന്താണത്? യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ശക്തിയാണ് ജർമ്മനി. അതായത് GDP-യിലോ എക്കണോമിക് സൈസിലോ ഏറ്റവും മുന്നിൽ എന്നർത്ഥം. ഇവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലെല്ലാം തന്നെ ഫ്രീ എഡ്യൂക്കേഷൻ ആണ് എന്നതും നമുക്കറിയുള്ളതാണ്. ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഈ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലെ ഫ്രീ എഡ്യൂക്കേഷൻ അവെയിൽ ചെയ്യാനായി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി ജർമ്മനിയിലേക്ക് ഒഴുകിയെത്തുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ജർമ്മനി ഓപ്പർച്യൂണിറ്റി കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? എന്താണ് അതിന് പിന്നിലെ കാരണം? ലെറ്റ്സ് ബ്രേക്ക് ദ സൈലൻസ്. ഒരു ഗ്രാജുവേറ്റ് പ്രോഗ്രാം കഴിഞ്ഞ വ്യക്തിയോ വൊക്കേഷണൽ പ്രോഗ്രാമിന് ശേഷം മിനിമം 2 years എങ്കിലും എക്സ്പീരിയൻസ് നേടിയ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ജർമ്മനിയിലെ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന സംവിധാനത്തിന് അപ്ലൈ ചെയ്യാം. ഓപ്പർച്യൂണിറ്റി കാർഡ് എന്നാൽ 1 വർഷം വരെ നിങ്ങൾക്ക് ജർമ്മനിയിൽ താമസിച്ചുകൊണ്ട് ജോലി അന്വേഷിക്കാം എന്നർത്ഥം. ജോലി അന്വേഷിച്ച് കണ്ടെത്തുന്ന പോയിന്റ് വരെയും നിങ്ങൾക്ക് 20 മണിക്കൂർ പാർട്ട് ടൈം ജോലി ചെയ്യാനുള്ള അവകാശവും ഓപ്പർച്യൂണിറ്റി കാർഡ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. എങ്ങനെയാണോ കാനഡയിലെ മൈഗ്രേഷൻ അഥവാ PR സംവിധാനം വർക്ക് ചെയ്തത്, അതേപോലെ പോയിന്റ് ബേസ് സിസ്റ്റത്തിലാണ് ഓപ്പർച്യൂണിറ്റി കാർഡ് പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ പ്രായം, നിങ്ങളുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നിങ്ങനെയുള്ള ഒരുപാട് പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു പ്രൊഫൈൽ പോയിന്റ് ലഭിക്കും. ഇതിൽ ഷോർട്ടേജ് സ്കില്ലിൽ ഉൾപ്പെട്ട പ്രൊഫഷൻ ആണെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങളൊരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ, എഞ്ചിനീയറിംഗ് എന്നത് ജർമ്മനിയിലെ ഷോർട്ടേജ് സ്കില്ലിൽ ഉൾപ്പെട്ടതുകൊണ്ട് തന്നെ +1 പോയിന്റ് കൂടെ നിങ്ങളുടെ പ്രൊഫൈലിൽ ആഡ് ചെയ്യപ്പെടും എന്നർത്ഥം. ഓപ്പർച്യൂണിറ്റി കാർഡ് വഴി നിങ്ങൾ ജർമ്മനിയിൽ എത്തിയ ശേഷം ഏത് എംപ്ലോയറുടെ അടുത്തും 2 ആഴ്ച വരെ നിങ്ങൾക്ക് ട്രയൽ പീരീഡായി വർക്ക് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് ഫെസിലിറ്റീസ് നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഓപ്പർച്യൂണിറ്റി കാർഡ് എന്നത്. ലക്ഷക്കണക്കിന് കുട്ടികൾ ജർമ്മനിയിലെ വിവിധ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ നിന്നും വിവിധ സ്ട്രീമുകളിൽ നിന്നും ഗ്രാജുവേറ്റ് ചെയ്ത ശേഷവും എന്തുകൊണ്ടാണ് ജർമ്മനി ഇത്തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ജർമ്മനി എന്ന രാജ്യത്തിൻ്റെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 46 വയസ്സാണ്. അതായത് യങ് ആൻഡ് സ്കിൽഡ് വർക്ക് ഫോഴ്സ് എന്നത് ജർമ്മനിക്ക് വളരെ കുറവ് എന്നർത്ഥം. അതേസമയം ഇന്ത്യയുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 29.8 വയസ്സാണ്. മെജോറിറ്റി ഇന്ത്യൻ പോപ്പുലേഷൻ്റെ പ്രായവും 30 വയസ്സിൽ താഴെ എന്നർത്ഥം. ഇതേ കാരണം കൊണ്ട് തന്നെ ജർമ്മനി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന സംവിധാനം ഏറ്റവും ബെനിഫിഷ്യൽ ആവുന്നതും ഏറ്റവും അധികം എലിജിബിലിറ്റി നേടാൻ പോകുന്നതും ഇന്ത്യൻ ജനതയാണ്. നിങ്ങൾ പഠിച്ച ശേഷം എൻ്റർ ചെയ്യാൻ പോകുന്ന പ്രൊഫഷൻ പഠിക്കാൻ പോകുന്ന രാജ്യത്തെ ഷോർട്ടേജ് സ്കിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതും ജർമ്മനി നൽകുന്ന ഓപ്പർച്യൂണിറ്റി കാർഡ് പോലത്തെ സംവിധാനങ്ങൾ ആ രാജ്യം ഓഫർ ചെയ്യുന്നുണ്ടോ എന്നതുകൂടെ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം. അങ്ങനെ പരിശോധിച്ചുകൊണ്ടാണ് നിങ്ങൾ വിദേശ വിദ്യാഭ്യാസത്തിന് ഏത് രാജ്യം വേണം എന്ന് നിശ്ചയിക്കുന്നതെങ്കിൽ തീർച്ചയായും പഠനത്തിന് ശേഷം വർക്ക് വിസ ലഭിക്കുക എന്നത് നിഷ്പ്രയാസം സാധിക്കുന്ന ഒന്നാണ്.